ആപ്കി അദാലത്തിൽ ഡോക്ടർ ഫറൂഖ് അബ്ദുള്ളയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഓവർ അംബീഷ്യസ് ആണ് എന്നുള്ളതാണ്. ഡോക്ടർ സാർ, എപ്പോഴും താങ്കൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ധാരാളം ആംബിഷൻസ് ഉണ്ട്. പക്ഷെ എല്ലാവരും പറയുന്നത് ഇത്രയും വലിയ മനുഷ്യന് ഒരു ചെറിയ മിനിസ്ട്രിയാണ് നൽകിയതെന്നാണ്. അതായത് ഇവിടുത്തെ പ്രശ്നം ഇതാണ്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. അതായത് ഈ മിനിസ്ട്രി എല്ലാത്തിനേക്കാളും വളരെ പ്രധാനമാണ്. കാരണം ഇവിടെ ഒരു സമയം വരാൻ പോകുന്നു, ഇവിടെയുള്ള എനർജി എല്ലാം കാലിയാകാൻ പോകുന്നു. പെട്രോളിയം ആകട്ടെ, കോൾ ആകട്ടെ, നമുക്കൊരിക്കലും കാലിയാകാത്ത എനർജിയെ നോക്കി പോകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും ഡെവലപ്ഡ് കൺട്രീസിൽ എല്ലാറ്റിനേക്കാളും അധികമായ ഈ എനർജി നൽകിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇതിനു മാത്രമേ നാളത്തെ ഈ ലോകത്തെ രക്ഷിക്കാൻ കഴിയൂ. മിനിസ്റ്റേഴ്സിന്റെ ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ രാജ കമ്മ്യൂണിക്കേഷൻ മിനിസ്റ്റർ, അദ്ദേഹത്തിന്റെ മിനിസ്ട്രി ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ 65,000 കോടി. ഗുലാം നബി ആസാദ്, അദ്ദേഹം ഹെൽത്ത് മിനിസ്റ്ററാണ്, ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ 18,500 കോടി. GK വാസൻ ഷിപ്പിംഗ് 24,000 കോടി ബഡ്ജറ്റ്. പ്രഫുൽ പട്ടേൽ സിവിൽ ഏവിയേഷനാണ്, 10,000 കോടിയാണ് ബഡ്ജറ്റ്. പക്ഷേ താങ്കളുടെ മിനിസ്ട്രി നോക്കുകയാണെങ്കിൽ 1,268 കോടിയാണ് ബഡ്ജറ്റ്. അതും ചെലവായിട്ടില്ല. ഒരുപക്ഷെ ഒരു മനുഷ്യൻ ചെലവാക്കാൻ തയ്യാറാണെങ്കിൽ, അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ ആ ബഡ്ജറ്റും വളരും. ബഡ്ജറ്റ് സ്റ്റോപ്പാകുന്ന വിധത്തിൽ ഒന്നും തന്നെയില്ല. ജോലി ചെയ്യണം. പക്ഷേ ഡോക്ടർ സാർ, താങ്കളുടെ ഉള്ളിൽ എത്രത്തോളം എനർജി ഉണ്ടോ അത് കാണുമ്പോൾ താങ്കൾക്ക് തോന്നിയില്ലേ താങ്കൾക്ക് എങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ലഭിക്കണമെന്ന്? അതിൽ എനർജി ഉണ്ടായിരിക്കണം, ഫോറിൻ മിനിസ്ട്രി ഉണ്ടായിരിക്കണം, കോമേഴ്സ് മിനിസ്ട്രി ഉണ്ടായിരിക്കണം. ഇതൊക്കെ കിട്ടിയിരുന്നത് ശരിക്കും ഈ മിനിസ്ട്രിയെക്കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. എന്നെ ഇതിൽ പെർഫോം ചെയ്യാൻ അനുവദിക്കൂ. ഞാനിതിൽ നന്നായി പെർഫോം ചെയ്താൽ വേറൊരു മിനിസ്ട്രി വരും. ഇതിലെന്താ ഉള്ളത്? ഒന്നും നിരന്തരമല്ല. ഇപ്പൊ ജനങ്ങളൊക്കെ പേപ്പറിൽ എഴുതുന്നത് എന്താണെന്ന് വെച്ചാൽ താങ്കൾക്ക് ഗോബർ ഗ്യാസ് മിനിസ്ട്രിയാണ് കൊടുത്തത്. ന്യൂസ് പേപ്പറിൽ എന്നെ സ്നേഹിക്കുന്ന ആളുകളുമുണ്ട്. അവരായിരിക്കും ഇത് എഴുതിയിരിക്കുക. ഇപ്പൊ ഞാൻ അവരുടെ പേരുകൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് എന്തറിയും? ഗോബർ ഗ്യാസിനും ഒരു സമയത്ത് പ്രചാരമുണ്ടാകും, എല്ലാം കാലിയാകും. കോളും ഉണ്ടാകില്ല, ഓയിലും ഉണ്ടാകില്ല. നമ്മൾ ഗോബർ ഗ്യാസ് ഉപയോഗിച്ച് മോട്ടോർ സൈക്കിൾ ഓടിക്കും, ട്രെയിൻ ഓടിക്കും, ഈ സൂര്യകിരണങ്ങൾ ഉപയോഗിച്ച് കപ്പൽ ഓടിക്കും. നമ്മുടെ വീടുകളിലും ഇതിലൂടെ പവർ സപ്ലൈ ലഭിക്കും. എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ ഫറൂഖ് അബ്ദുള്ളയ്ക്ക് ഇമ്പോർട്ടന്റ് കൊടുത്തില്ലെന്നാണ്. അദ്ദേഹത്തിന്റെ സ്ട്രക്ചറിനനുസരിച്ചുള്ള മിനിസ്ട്രി അദ്ദേഹത്തിന് നൽകിയില്ലെന്നാണ്. നോക്കൂ, ഞാൻ ഭാഗ്യവനായതുകൊണ്ടാണ് ഈ മിനിസ്ട്രി എനിക്ക് ലഭിച്ചത്. കാരണം ഇതാരും ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുണ്ടാവില്ല. ഞാൻ ഇതൊരു ചാലഞ്ചായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഒന്നുകിൽ പെർഫോം ചെയ്യും, അല്ലെങ്കിൽ പോകും. ഞാൻ കസേരയും മുറുക്കെ പിടിച്ചിരിക്കുന്ന ആൾക്കൂട്ടത്തിലുള്ള ഒരു ആളല്ല. പോകാൻ പറഞ്ഞാൽ ഞാൻ കൈകൂപ്പി മിണ്ടാതെ പോകും. താങ്കളുടെ ആഗ്രഹം എന്താണ്? ഈ മിനിസ്ട്രി തന്നെ തുടരാനാണോ അതോ വേറെ വല്ല മിനിസ്ട്രി? എന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഈ രാജ്യത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്നതാണ്. വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. ഞാൻ ഒരു ന്യൂസ് പേപ്പറിൽ വായിച്ചിരുന്നു, താങ്കൾ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതായിട്ട് രാഷ്ട്രപതിയാകാനാണ് താങ്കളുടെ ആഗ്രഹമെന്ന്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഒരുപക്ഷെ ഞാൻ ഈ മിനിസ്ട്രിയിൽ എന്റെ കഴിവ് തെളിയിച്ചാൽ, അല്ലാഹു അങ്ങനെ നിശ്ചയിച്ചാൽ, ഞാൻ ചിലപ്പോൾ ആ പദവിയിലും എത്തിപ്പെടും. ഞങ്ങളത് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ താങ്കളുടെ 6 മാസത്തെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ താങ്കൾ അസംബ്ലി ഇലക്ഷനിൽ 2 സ്ഥലങ്ങളിൽ മത്സരിച്ചു, 2 സ്ഥലങ്ങളിലും ജയിക്കുകയും ചെയ്തു. പിന്നീട് രാജ്യസഭാ ഇലക്ഷനിൽ താങ്കൾ നിന്നു, അവിടെയും ജയിച്ചു. അതുകൊണ്ടും താങ്കൾ നിന്നില്ല. ഇപ്പോൾ ലോകസഭയിൽ എത്തിയിരിക്കുകയാണ്. താങ്കൾ എവിടെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്? നോക്കൂ, ഞാൻ നിങ്ങളുടെ മുൻപിൽ തെളിയിച്ചു കഴിഞ്ഞു എനിക്ക് എല്ലാ ഇലക്ഷനിൽ നിന്ന് ജയിക്കാൻ കഴിയുമെന്ന കാര്യം. പക്ഷേ ഇനിയും എന്താണ് വേണ്ടത്? ഈ സീറ്റൊക്കെ ഉപേക്ഷിക്കുകയും ചെയ്യുകയല്ലേ? അതെ, ഒരുപക്ഷെ മനുഷ്യന് പുരോഗതി ഉണ്ടാകണമെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇതും വിട്ടേക്കും, എന്നിട്ട് പ്രസിഡന്റ് ആകും. അപ്പൊ നിങ്ങൾ പറയുക പ്രസിഡന്റ് ആയിരിക്കുന്നു എന്ന്. പക്ഷെ സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ പ്രോഗ്രാമിലേക്ക് വരാൻ പറ്റില്ല. ഞങ്ങൾ തന്നെ താങ്കളെ കാണാൻ വേണ്ടി രാഷ്ട്രപതി ഭവനിലേക്ക് എത്തുന്നതാണ്. ഞങ്ങളുടെ വിഷസ് താങ്കളോടൊപ്പം. സർ, ഞാൻ വിചാരിക്കുന്നത് ഞാൻ സ്വയം ഒരു അംബീഷ്യസ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്നാണ്. ഈ കാലത്തിൽ ഒരു ലേഡി അംബീഷ്യസ് ആയിട്ടിരിക്കുന്നത് നല്ലതാണോ? അവരെന്താ പറയുന്നത് വെച്ചാൽ ഞാൻ വളരെ ആംബീഷ്യസ് ആണ്. ഈ കാലഘട്ടത്തിൽ ഒരു ലേഡി ആംബീഷ്യസ് ആയിരിക്കുന്നത് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. നോക്കൂ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഒരു പക്ഷേ നിങ്ങൾ ഇതിനുവേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ, ഒരു ലേഡി ഇതിനുവേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ, ഒരാണ് നിങ്ങൾക്ക് പുരോഗമിക്കാൻ അവസരം നൽകുമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നടക്കില്ല. ഒരു പക്ഷേ ഒരു സ്ത്രീ ഇങ്ങനെ ആകണമെന്ന് വിചാരിച്ച അവർ അവരുടെ പുരോഗമനത്തിന് വേണ്ടി പോരാടണം, പോരാടിക്കൊണ്ടു പോകണം. ആര് പരിശ്രമിക്കുന്നില്ലയോ അവരെ നിങ്ങൾ എന്ന് പരിശ്രമിക്കുന്നുവോ അന്ന് നിങ്ങൾക്ക് സഹായം ലഭിക്കും. പക്ഷെ ഇന്ന് ഇന്ത്യയിലെ സ്ത്രീകൾ 50 വർഷം മുൻപുള്ള സ്ത്രീകളെ പോലെ അല്ല.
ഇന്ന് എല്ലാ സ്ത്രീകൾക്കും അവരുടെ അവകാശം എന്താണെന്ന് അറിയാം. അത് നേടിയെടുക്കാനും അറിയാം. നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചതിൽ എനിക്ക് വളരെ സന്തോഷം. ഞാൻ പ്രതീക്ഷിക്കുന്നു ആ ദിവസം വിദൂരത്തിലല്ല. ഭാരത സ്ത്രീകൾ വീണ്ടും ഇവിടത്തെ അവകാശികളായി മാറും. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ സാറിന്റെ ധാരാളം സുഹൃത്തുക്കൾ സ്ത്രീകളാണെന്നുള്ളത് സത്യമാണോ? നോക്കൂ, സ്ത്രീകളെ ബഹുമാനിക്കാത്ത ഒരാൾ എങ്ങനെയുള്ള ഒരു മനുഷ്യനായിരിക്കും? ബഹുമാനിക്കാത്ത ഒരാൾ, സ്നേഹിക്കാത്ത ഒരാൾ എങ്ങനെ ഒരു മനുഷ്യനാകും? നിങ്ങൾ ഈ ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞിരുന്നു. അതായത് നിങ്ങളുടെ മകൻ ഒമർ അബ്ദുള്ള CM ആയിരുന്നപ്പോൾ നിങ്ങളും CM ആകാൻ ആഗ്രഹിച്ചിരുന്നു എന്ന്. പിന്നെ രജത് സാർ ചോദ്യം ചോദിക്കാതെ തന്നെ നിങ്ങളൊരു കാര്യം പറഞ്ഞു. അതായത് നിങ്ങൾ ഈ മന്ത്രിസ്ഥാനമൊക്കെ വിട്ടുകൊണ്ട് നേരിട്ട് രാഷ്ട്രപതിയാകുമെന്ന്. നിങ്ങൾ ഈ കാര്യം സമ്മതിക്കില്ലെന്നുണ്ടോ സർ? അതായത് നിങ്ങൾക്ക് നേരെ ആരോപിക്കപ്പെട്ട കുറ്റങ്ങളുടെ കാരണം നിങ്ങൾ തന്നെയാണ് എന്ന് 100% അതൊക്കെ ഞാൻ സത്യമാണെന്ന് നിങ്ങളോട് ഒരു വിചാരിക്കുന്നുണ്ടോ? കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് ആംബിഷൻ ഒന്നുമില്ലേ? ആംബിഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ മനുഷ്യനെ അല്ല. നിങ്ങൾക്ക് ആംബിഷൻ ഇല്ലെങ്കിൽ അവൻ എങ്ങനെയുള്ള മനുഷ്യനാണ്? അവന്റെ മനസ്സിൽ അവൻ ഇങ്ങനെ ആകണമെന്നില്ലെങ്കിൽ. ഈ കുറ്റാരോപണം സത്യമാണോ അല്ലയോ? അത് നിങ്ങൾ പക്ഷെ ഇതല്ല, സമ്മതിക്കുന്നുണ്ടോ? ഇതിനേക്കാളും 10 കുറ്റാരോപണങ്ങൾ ഞാൻ ഏൽക്കാം. പക്ഷെ ഒരിക്കലും ഞാൻ ഓടി ഒളിക്കില്ല. ഒരു മനുഷ്യന്റെ ഉള്ളിൽ ആംബിഷൻ ഇല്ലെങ്കിൽ അവൻ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. മനസ്സിലായോ? ഇതൊക്കെ എന്താണ് ആഗ്രഹിക്കുന്നത്? ഡോക്ടർ സാറിന്റെ ആംബിഷൻ നിറവേറണമെന്നാണോ? ആ പ്രഭുവിന്റെ ദയവ് ഉണ്ടാകണം. ഡോക്ടർ അബ്ദുള്ള ഇന്ത്യയുടെ പ്രസിഡന്റ് ആകണമെന്നാണോ? ഇതിനെ ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നോ അവരെല്ലാവരും കൈ ഉയർത്തുക. ഡോക്ടർ സാർ, ഇവിടെ ഉള്ളവരെല്ലാം അതാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ ആശംസകളും താങ്കളോടൊപ്പം ഉണ്ട്.